സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണത്തിലേക്കാണ് യു പ്രതിഭ എംഎൽഎയുടെ മകനെ ഉൾപ്പെട്ട കഞ്ചാവ് കേസിനെ നിസ്സാരവൽക്കരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. കുട്ടികളല്ലേ, കൂട്ടുകൂടി കാണും, വലിച്ചു കാണും, അത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നു മന്ത്രി. പ്രതിഭയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ല. ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ എഫ്ഐആറൊക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതാണ്, വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്ന് പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MD വാസു എന്നാലും വീടി വലിക്കുമായിരുന്നു, കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. അങ്ങനെ ചെറുക്കാൻ ശീലം. പുക വലിച്ച് എഫ്ഐആറിൽ എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിലേക്ക് വന്നത്. ആലപ്പുഴയിൽ നിന്നും രഘുനാഥ് നാരായണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. രഘു, പിള്ളാരല്ലേ പിണ്ണാക്കല്ലേ തിന്നില്ലേ എന്നൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്ന പോലെയാണ് പറയുന്നത്. കുട്ടികളല്ലേ കൂട്ടുകൂടും, കഞ്ചാവൊക്കെ വലിച്ചു കാണുമെന്ന് വളരെ നിസ്സാരമായ രീതിയിലേക്ക് മന്ത്രി അതിനെ ന്യായീകരിക്കുന്നത്. എന്താണ് ആ സാഹചര്യം? നമുക്ക് അറിയാവുന്നതാണ്, സജി ചെറിയാനെ പരിചയപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്റെ നേതാവാണെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്ര ബലം പിടുത്തമില്ല. കാരണം എപ്പോഴും സാധാരണക്കാരെ പോലെ സംസാരിക്കുകയും അതിനകത്ത് പ്രതികരണങ്ങൾ നടത്തുകയും പലപ്പോഴും അബദ്ധത്തിൽപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് സജി ചെറിയാൻ. പക്ഷേ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്നത് ഉചിതമാണോ? അതിനകത്തുള്ളൊരു നിയമത്തിൽ വ്യവസ്ഥയോടുള്ളൊരു വെല്ലുവിളി കൂടിയാണ് സത്യത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കാരണം എക്സൈസ് രജിസ്റ്റർ ചെയ്ത ആ കേസിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, കഞ്ചാവ് നിറച്ച കഞ്ചാവിന്റെ സാന്നിധ്യമുള്ള പുകയില, ഒപ്പം തന്നെ നടുമുറിച്ച പ്ലാസ്റ്റിക് കുപ്പി, ഓമത്തണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രതിഭാഹാരിയുടെ മകൻ ഉൾപ്പെടെയുള്ളവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയത്. അതിനെ നിസ്സാരവൽക്കരിക്കുക എന്ന് മാത്രമല്ല, അതിനകത്തൊരു പക്ഷേ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കടത്തിണ്ണയിലിരുന്ന സാധാരണ നിലയിൽ നാട്ടിൻപുറത്തെ അച്ഛനും അമ്മയും ഒക്കെ സംസാരിക്കുന്ന അതേ ഭാഷയിലാണ് സജി ചെറിയാൻ സംസാരിച്ചത്. എന്തായാലും നിയമപരമായി അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ഭരിക്കുന്ന വകുപ്പ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാരാണ് എക്സൈസ് വകുപ്പ് ഭരിക്കുന്നത്. ആ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് കൃത്യമായി എന്തൊക്കെയാണ് പിടിച്ചെടുത്തത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കേസ് വായിച്ചതിന് ശേഷമാണ് താൻ പറയുന്നത്. എന്താണ് മന്ത്രിയുടെ പ്രതികരണം? ജോസഫ് സി മാത്യു നമുക്ക് ടെലിഫോണിൽ. ശ്രീ ജോസഫ് സി മാത്യു, ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്ന പരാമർശമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ പ്രതിഭയുമായി ബന്ധപ്പെട്ട്, പ്രതിഭയുടെ മകൻ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട കേസിനെ വളരെ നിസ്സാരമായി മന്ത്രി ഇങ്ങനെ പറയുന്നതിനെ സാമാന്യ യുക്തിയിൽ അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം അതിന്റെ ഉപയോഗത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അംബാസഡറുടെ പ്രവൃത്തിയാണ് ഇപ്പൊ ചെയ്തതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ലഹരി ഉപയോഗത്തിനെതിരായിട്ട് സാംസ്കാരിക നായകരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് സർക്കാർ പരസ്യം ചെയ്യുകയും അതിന്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നിടത്താണ് സർക്കാരിന്റെ ഭാഗമായ മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ ഇതിന്റെ ഉപയോഗം തെറ്റല്ല എന്നുള്ള രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ സംസാരിച്ചിരിക്കുന്നു. പിന്നെ പറഞ്ഞത് സജി ചെറിയാനാണെങ്കിലും അദ്ദേഹം മന്ത്രിയാണ്. കുന്തവും കുടച്ചക്രവും എന്ന് ഭരണഘടനയെ വിളിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ഭരണ സംവിധാനത്തെ തന്നെ വിളിക്കുകയും കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ വിടുവായിത്തരം വിളിച്ചു പറയുന്ന ഒരാള്, പ്രത്യേകിച്ച് അത് വെറും വിടുവായിത്തരമല്ലാതെ ഇതുപോലെ വളരെ തെറ്റായ സന്ദേശം കൂടി നൽകുകയും കൂടി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരാളെ ആ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ടു പോകുന്നത് ശരിയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, പുതിയ പ്രതികരണവും അത് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. വളരെ നിസ്സാരവൽക്കരിച്ചാണ് മന്ത്രിയുടെ പ്രതികരണം. നന്ദി ജോസഫ് സി മാത്യു. തേങ്ങാണ് പ്രതികരിച്ചത്. ഇപ്പോൾ